ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളി ഒരു 15 എണ്ണം, അതും ചെറുതായി അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ബീഫ് വേകാൻ എത്ര വിസിലാണോ വേണ്ടത് അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു 5 വിസിലാണ് ഞാൻ ഇവിടെ അടുപ്പിച്ചേക്കുന്നത്. 4 വിസില് സിമ്മിലും 1 വിസില് ഫാസ്റ്റിലും ഇട്ടടിച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതിനു വേണ്ടി മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഒരു 3 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കാം. അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാലക്കൂട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബീഫും കൂടി ചേർക്കാം. ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അവസാനം ഇതിലൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അവസാനം ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിന് മുകളിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ അപ്പം പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്.